ഇതെൻ്റെ ചേച്ചിയുടെ കഥയാണ്. പക്ഷേ ഇന്ന് ഞാൻ ഈ കഥ എഴുതുമ്പോൾ എൻ്റെ ചേച്ചി ഞങ്ങളുടെ കൂടെയില്ല. ഒരുപാട് വേദനകൾ സഹിച്ച് അവൾ ഈ ലോകത്ത് നിന്ന് യാത്രയായി. അവളുടെ ജീവിതം അത്രയേറെ മോശമായിരുന്നു. എടി സ്നേഹേ, ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? നിന്നോട് ആ മുറിയെല്ലാം തുടക്കാൻ പറഞ്ഞ് നീ തുടച്ചുവാ? അമ്മേ ഞാൻ ചെയ്യാം. തലവേദനയായിട്ടൊന്ന് കിടന്നതാ. തലവേദന എപ്പൊന്നും എനിക്ക് തലവേദനയാന്ന്. നിന്നെ കൊണ്ട് എനിക്കും എൻ്റെ മോനവും തലവേദന. കല്യാണ സമയത്ത് തരാന്ന് പറഞ്ഞ സ്വർണം നിങ്ങൾ ഇതുവരെ തന്നുവാ, എന്നിട്ട് ഈ അസത്ത് ഇവിടെ വന്ന് കെട്ടി കിടക്കുന്നു. അമ്മ എന്നാമ്മ ഇങ്ങനെയെല്ലാം പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാടി പറയേണ്ടത്? എന്നോട് തർക്കുത്തരം പറയുന്ന ഒരക്ഷരം നീ വണ്ടി പോകാൻ പാടില്ല. പോയി അടുക്കളയിൽ പണിയെടുക്കാൻ നോക്ക്. എന്തായി? നീ ആ പൈസയുടെ കാര്യം വീട്ടിൽ ചോദിച്ചാ? എനിക്ക് ചോദിക്കാൻ പറ്റൂല, അച്ഛൻ ഭയങ്കര കഷ്ടത്തിലാണ്. അതെന്താണ് നീ ചോദിക്കാത്തെ? നിന്റെ വിചാരം എന്നാ? നിന്നോട് പറഞ്ഞല്ലേ പൈസ എനിക്ക് വേണമെന്ന്? 2 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കണ്ട, ഇറങ്ങി പോയിക്കോ. എനിക്ക് ചോദിക്കാൻ പറ്റൂല. നിനക്ക് ചോദിക്കാൻ പറ്റൂല? എന്നോട് അധികം കളിക്കണ്ട. ഇന്ന് എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ പൈസ കൂടെ എത്തിക്കാൻ വേണ്ടി പറ. ഇല്ലെങ്കിൽ ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓ, ഇനി ഇതൊന്നും കഴിഞ്ഞിട്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് തുണി അലക്കാൻ നോക്ക്. ഇങ്ങനെയൊരു സാധനത്തിനാണല്ലോ എൻ്റെ മോന് കിട്ടീനി. എൻ്റെ ദൈവമേ, എത്ര നല്ല നല്ല ആലോചന വന്നിനി. പറഞ്ഞിട്ടെന്നാ വേണ്ടത്? ഇത് നമ്മളെ തലയിലായിട്ട് വന്നു വീണ ഒരു മണ്ണിനും പുണ്ണാക്കിനും കൊള്ളാത്തത്. ആ മോളെ, നിനക്ക് സുഖല്ലേ? അമ്മ എനിക്കിടെ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് വരട്ടെ. മോളെ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന നാട്ടുകാരെന്നാ പറയാ? നിനക്ക് താഴെ 2 പെമ്മക്കളും കൂടി, അവരെ ഭാവി എന്താവും? എനിക്ക് പറ്റുന്നില്ല അമ്മേ, ഇവരടിയും ചീത്തയും കേട്ടിട്ട് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ചിലപ്പോ ചത്ത് കളി. നീ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല മോളെ. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. നിന്റെ മോളെ എങ്ങനെയെങ്കിലും അടപ്പിടിച്ച് നിൽക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരറിയാൻ ഞാൻ പോവുകയാണ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ആർക്കും എന്നെ വേണ്ട. ആർക്കും ശല്യമായി ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. ഞാൻ പോകുന്നു. കണ്ടില്ലേ, ഒടുക്കം അവൾ ഞങ്ങളെ വിട്ടുപോയി. അന്നൊരിത്തിരി കരുണ അവളോട് അവർ കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ചേച്ചി ജീവനോടെ ഉണ്ടാകുമായിരുന്നു. തിരിച്ചു കിട്ടില്ലെങ്കിലും അങ്ങനെ ആയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. എന്നാ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. മോളെ ഒന്ന് കാണാം. മോനെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാം. കുറച്ച് ഇങ്ങനെ അടിക്കൊന്നും ചെയ്യാലപ്പ. ഓഹോ, അപ്പൊ എന്റെ കുറ്റവും കുറവും പറയാൻ വേണ്ടിട്ടാണല്ലേ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിന്? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തൊരാളോടും പറയാൻ പാടില്ലാന്ന്. അത്രയ്ക്ക് അഹങ്കാരമെങ്കിൽ ഒരു 5 പൈസ സ്ത്രീധനം മേടിക്കാണ്ടാണ് ഇവിടെ ഞാൻ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അതോടുകൂടി ഇവിടെ മേലുള്ള അവകാശം നിങ്ങൾക്ക് കഴിഞ്ഞു. ഇനി ഇവിടെ കാര്യം അന്വേഷിച്ച് ഒരാളും ഇങ്ങോട്ട് കയറി വരണ്ട. നിങ്ങൾക്ക് ഇവിടെ നിറങ്ങാം. വിട്ടോ വിട്ടോ വിട്ടോ, വണ്ടി വിട്ടോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ. എന്താ മോളെ, എന്താ വേണ്ടത് വെച്ചാൽ നീ ഇപ്പൊ തന്നെ എടുത്ത് ഇറങ്ങിക്കോ മോനെ. ഇനി ഇവന്റെ കൂടെ താമസിക്കുന്ന പ്രശ്നമില്ല. ഒരു നേരത്തെ ഭക്ഷണം തരാനുള്ള കഴിവൊക്കെ ഇന്ന് അച്ഛനുണ്ട്. ഞാൻ പുറത്തുണ്ടാവും. ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് തന്നെയായാലും
നിനക്ക് ഞങ്ങളുണ്ടെന്നുള്ള മാതാപിതാക്കളുടെ ഒരു ഉറപ്പ് മതി ഒരു പെൺകുട്ടിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ. ഇതൊക്കെ കാണുമ്പോഴാണ് എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് വിവാഹം എന്ന് കേൾക്കുമ്പോഴേ പേടിയാവുന്നത്. എൻ്റെ ചേച്ചിയെ പോലെ ഇതുപോലെ അനുഭവിച്ച മറ്റു പെൺകുട്ടികളെ പോലെ പുതിയൊരാൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ.